ഹലോ ഗായ്സ്, GTA 5 പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന മൈക്കിളിൻ്റെ ക്യാരക്ടറായിട്ടാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ കിഡിലും കാറായിട്ടുണ്ട് ഗൈസ്. ഈ കാറെന്ന് പറയുമ്പോൾ $13 മില്യൺ ഉള്ള കാറാണ് ഗൈസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, നമ്മളെ ജ്വല്ലറിയൊക്കെ അടിച്ച് മാറ്റി തട്ടിക്കൊണ്ടുപോയിട്ട് കിട്ടിയ കാശ് കൊണ്ട് മേടിച്ചാണ് ഗൈസ് ഈ കാറ്. അപ്പോൾ ഇന്ന് നിൽക്കുന്ന മൈക്കിളിൻ്റെ അടുത്ത മിഷനായിട്ടാണ് ഗൈസ്. നിറകാലം നമ്മൾ ട്രവറായിട്ടായിരുന്നു ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ മൈക്കിളായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ മാക്സിമം ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സൂപ്പർ കാർ കണ്ടിട്ട് ആർക്കും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ ഗൈസ്. നമ്മളാർക്കും അവിടെ വില ഇല്ല. ഓക്കെ, നമുക്കെന്തായാലും മിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മൾ വന്നേക്കണം കേട്ടോ ഗൈസ്. ഇവിടെയാണ് മിഷൻ. നമുക്കെന്താ ഇവിടെ ഒടുക്കത്തെ ട്രാഫിക്കാണ് കേട്ടോ ഗൈസ്. ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം കാണാനില്ല, ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാം, നമുക്ക് ആ മുന്നിൽ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാം. അവിടെ പാർക്ക് ചെയ്യാം ഗൈസ്. നമ്മളിപ്പോൾ പുതിയ കാറായതുകൊണ്ടേ നമ്മളങ്ങനെ ഓരോ സ്ഥലത്തോട്ട് ഇടാൻ പറ്റില്ല, നമുക്കൊരു സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്യണം. നമുക്കെന്തായാലും ഇവിടെ വണ്ടി ഇടാം കേട്ടോ. ഡോർ അടച്ചിട്ടില്ല കേട്ടോ, ഡോറൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എല്ലാവരും ഇവിടെ പേടി നമ്മളെ. നമ്മളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. FIB ഭഗവാനെ, ഇത് FIBൻ്റെ ഓഫീസാണ് ഗൈസ്. എന്ത് വലിയ ബിൽഡിങ്ങാണ് ഗൈസ്, വലിയ പടുകൂറ്റൻ ബിൽഡിങ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് തോന്നുന്നു നമ്മുടെ മെഷീൻ. ഗോ ടു ദി ഡേവ്. ഇങ്ങനെ പേരാണ് ഡേവ്. ഹലോ ഡേവ്, സുഖാണോ? ആരാണ് ഗൈസ്? ഇവർ പറയണത് ആരോനെ പൊക്കിക്കൊണ്ട് വരാനാണ് ഗൈസ്, FIBൻ്റെ ഓഫീസിൽ നിന്ന്. ആരോനെ പൊക്കണ കാര്യമാണ് പറയുന്നത്. ഗെറ്റ് ഇൻ ഡേവ്സ് കാർ. ഡേവിൻ്റെ വണ്ടി കയറാൻ ഫസ്റ്റ് ഉണ്ട്. ഇങ്ങനെ കാറ് ഞാൻ നശിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു മിഷൻ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കാറും നൈസായിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹലോ, സുഖമാണോ? ഇങ്ങനെ കാറൊക്കെ നമ്മൾ അടിച്ച് അസഹ്യം കാർ തന്നെ. ഇങ്ങനെ കാറിൻ്റെ കളറുണ്ട്, സെയിം കളർ കേട്ടോ. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി, നല്ല കിടിലൻ കളറ്. ഇതൊക്കെ നമ്മളിപ്പോൾ മാറ്റി തരാം. ഞാനാട്ടോ വണ്ടി ഓടിക്കണേ. നിങ്ങൾക്ക് കാര്യം പിടി കിട്ടിയല്ലോ, വണ്ടി എങ്ങനെ മാറ്റുന്നുണ്ട്. ഗോ ടു മീറ്റിംഗ് പോയിൻ്റാണ്. എവിടെയാണോ മീറ്റിംഗ് പോയിന്റ്? നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ നോക്കട്ടെ. മരുന്ന് ഇങ്ങനെ മീറ്റിംഗ് പോയിന്റ് ദൂരമുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടി ഉണ്ടല്ലോ. നമ്മുടെ അടുത്ത് ഇരിക്കണ്ട, ഡേവ് ഇരിക്കണ്. ഫ്രാങ്ക്ലിനെ വിളിക്കണ്ടല്ലോ അവര്. ഹലോ ഫ്രാങ്ക്ലിൻ, സുഖമാണോ? ഒരു മിഷൻ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വരുമോ? ആ മീറ്റിംഗ് പോയിന്റിൽ അവിടെ നിന്നാൽ മതി, മൗണ്ടിൻ്റെ അവിടെ നിന്നാൽ മതി. അവിടേക്ക് വന്നാൽ മതി. ട്രവറിനെ വിളിച്ചോ? ഞാൻ വന്നോളാം. ഓക്കെ, അപ്പോൾ എന്താ മിഷൻ എന്ന് വെച്ചാൽ നമ്മൾ FIBൻ്റെ ഓഫീസിൽ നമ്മൾ ഒരാളെ പൊക്കാൻ പോകണ്ട ഗൈസ്. ആൾ എത്രാമത്തെ നിലയിലാണ് ഇരിക്കണത്, അങ്ങോട്ട് എൻട്രി ഇല്ല. നമുക്ക് താഴത്തു കൂടെ പോകാൻ പറ്റില്ല, മേലിൽ കൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നടുവ് കൂടെ പൊന്തി പോകണം. പൊന്തി പോകാന്ന് പറയുമ്പോൾ നമ്മൾ അറിയാലോ എങ്ങനെ പോകുന്നു. നമുക്ക് എന്തായാലും അത് എടുക്കാൻ വേണ്ടി പോവാട്ടെ ഗൈസ്. അയ്യോ, ഇങ്ങനെ കാറ് ഞാൻ മിക്കവാറും പപ്പടാക്കി കൊടുക്കൂട്ടെ. ഹലോ, ഒന്ന് ബ്രേക്ക് ഇട്ട് നോക്കിയാലോ? ആള് ബ്രേക്ക് ഇടുമ്പോഴേ തല കുനിക്കണ നല്ല രസമുണ്ട്. നമുക്ക് പാട്ട് വയ്ക്കാട്ടോ. ഓക്കെ, സെറ്റ്. വീട്ടിലാൻ പാട്ടാ. ഓക്കെ, നോക്കുന്നാലും വേഗം കൂടി ചെല്ലാട്ടോ ഗൈസ്. നല്ല ദൂരം, ഏതോ മൗണ്ടേൻ്റെ അവിടെ നിൽക്കാനാണ് ഗൈസ് നമ്മൾ പറഞ്ഞേക്കണേ. അപ്പോൾ ഫ്രാങ്ക്ലിനും ട്രെവറും ഉണ്ടാവും കേട്ടോ. ഫ്രാങ്ക്ലിന്, ട്രെവർ, മൈക്കിള്. ഓക്കെ, ഇവരെല്ലാവരും ചേർന്നിട്ടുള്ള മെഷീനാണ് ഗൈസ്. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, എല്ലാവരും 3 പേര് ഒന്നിക്കാൻ പോകണ്ട ഗൈസ്. 3 പേര് ഒന്നിക്കാൻ പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും വേഗം അങ്ങോട്ട് ചെല്ലാട്ടോ. ഓക്കെ, അപ്പോൾ ഹെലികോപ്റ്റർ കയറിയിട്ടുണ്ട് കേട്ടോ. വന്ന വഴിക്ക് നമ്മൾ നേരെ ഹെലികോപ്റ്ററിൻ്റെ അടുത്തേക്ക് വന്നേക്കണം. അപ്പോൾ എന്തായാലും ട്രെവറാണ് ഗൈസ് വണ്ടി ഓടിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ട്രെവറിന് മാത്രമാണ് പ്ലെയിൻ ഓടിക്കാൻ അറിയുള്ളൂ ഈ കൂട്ടത്തിൽ. അതുകൊണ്ട് ട്രെവറാണ് ഗൈസ് വണ്ടി ഓടിക്കണേ. അപ്പോൾ ട്രെവർ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേക്കണം എന്തിനാ വെച്ചാൽ, എനിക്കറിഞ്ഞൂടെ.
ട്രവർ തന്നെ ക്യാരക്ടർ മാറ്റിക്കണാണ് കേട്ടോ, ഗെയിമാർ മാറ്റിക്കണാണ്. ട്രവറിന് മാത്രമാണ് വണ്ടി ഓടിക്കാൻ അറിയുള്ളൂ, മറ്റുള്ളവർക്കൊന്നും വണ്ടി ഓടിക്കാൻ അറിയില്ല. ട്രവർ പിന്നെ പ്രൊഫഷണലാണല്ലോ. നമ്മളെന്തായാലും ഇങ്ങോട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബിൽഡിങ്ങിൻ്റെ അവിടെയാണ് മിഷൻ എന്ന് പറഞ്ഞേക്കണത്. ഇവിടെയാണ് കേട്ടോ മിഷൻ. നമ്മുടെ പുറകിലെ ആൾക്കാരൊക്കെ സെറ്റാണ്. ക്യാമറ മാറ്റാൻ പറ്റില്ലല്ലോ, സാരില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ FIBയുടെ ഓഫീസ്. എന്ത് വലിയ ഓഫീസാണ് ഓഫീസ്, പടുകൂറ്റണ ഓഫീസാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഓക്കെ ഈ ബിൽഡിങ് ബൈ ദ വേ ഇവിടെ ഇപ്പം നമ്മളെങ്ങനെയാണ് ഈ സീൻ്റെ അകത്ത് കയറുക? ബിൽഡിങ്ങിൻ്റെ ചുറ്റും വല്ലതും ഉണ്ടോ, സൈഡിൽ വല്ലതും ഉണ്ടോ? ഇനി ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ. എങ്ങനെ അകത്തേക്ക് കയറുക? ഇവിടെ വല്ലതും ഉണ്ടോ? അകത്തേക്ക് കയറണ ടാസ്ക്കാണ് കേട്ടോ. ഇവിടെ കാണാനില്ല കേട്ടോ. അവിടെ എന്താ വിൻഡോ പോലെ ഉണ്ടല്ലോ, അതൊന്നല്ല അല്ലേ. ഇവിടെ ഇപ്പം എങ്ങനെയാണ് ഇറങ്ങ? അവിടെ ഇറങ്ങാൻ വല്ല വഴിയുണ്ടോ നോക്കട്ടെ ഏട്ടെ. അടുത്തേക്ക് കൊണ്ടുപോയിട്ടൊന്നും നടക്കണില്ല വണ്ടി. അമ്മോ, ഞാൻ വണ്ടി പൊട്ടി തെറിച്ചു വേണ്ട വെച്ച ഭാഗത്തിന് പൊട്ടിയില്ല. മേലിൽ വല്ലതും ഉണ്ടോ നോക്കട്ടെ. മേലിൽ ലാൻഡ് ചെയ്യാൻ സ്ഥലം പോലും ഇല്ലല്ലോ. മേലിൽ ലാൻഡ് ചെയ്യാനുള്ള സ്ഥലം ഇല്ല. സൈഡിൽ തന്നെ മേലേക്ക് വന്നാൽ മതിട്ടോ, അവർക്ക് ഇറങ്ങാമായിരുന്നു. ഓക്കെ, അവർ തന്നെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ മൈക്കിളായിട്ടുണ്ട്. താഴേക്ക് ചാടിക്കൊണ്ട് കേട്ടോ, ഇറങ്ങിക്കൊണ്ട് മെല്ലെ ആയിട്ട് ഇറങ്ങണം. ചാടി ഇറങ്ങാൻ പറ്റുമോ? അതുമല്ല, സ്പൈഡർമാൻ്റെ പോലെ കേട്ടോ മൈക്കിള്. സ്പൈഡർമാൻ എങ്ങനെയാണ് ചാടിയിട്ട് ജനലൊക്കെ പൊട്ടിക്കില്ല, മൈക്കിൾ അതേ സാധനം തന്നെ. ആൾക്കാരൊക്കെ നമ്മളെ നോക്കി നിൽക്കുന്നു. ഇവിടെ അടുത്തെങ്ങാണ്ടായിട്ടാണ് തോന്നോട്ടെ. എത്ര ഇല്ലെന്ന് അപ്പോൾ ഇതാണ് ടേസ്റ്റ് നമ്മൾ പൊക്കണ്ട ആൾ. ഇവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക ഇവനെ കൊണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഒരു ആവശ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവന് ആവശ്യമില്ല, പക്ഷെ നമുക്കൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവന് ആവശ്യമുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് കിടക്കണം കേട്ടോ ഗൈസ്. ഒരു വള്ളി നോക്ക് ഗൈസ്, നമ്മളവിടെ നിൽക്കണുണ്ടോ, ഒരു താഴെ ഒരു വള്ളിയുണ്ട് ഗൈസ്. പിന്നെ നിറയെ പാവമായിട്ട് ക്രൂരായിട്ട് മർദ്ദിച്ചുകൊണ്ട് നിൽക്കണം ഗൈസ്. പോലീസുകാരെ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നമ്മൾ കഴിഞ്ഞ വട്ടം സൂപ്പർമാനായിട്ട് ഇവനെ രക്ഷിക്കാൻ പോലീസുകാരനെ നമ്മൾ തടുക്കാൻ വേണ്ടി ഇപ്പോൾ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മൈക്കിളിൻ്റെ എൻട്രി നോക്ക്, സ്പൈഡർമാൻ്റെ കറക്റ്റ് തന്നെ. നോക്കാം, നമുക്ക് എന്തായാലും ഇവനെ പൊക്കാട്ടോ. സ്വിച്ച് ടു ഫ്രാങ്ക്ലിൻ. വെടിവെച്ച് വിടാനായിക്കോട്ടെ. നമുക്ക് സ്നൈപ്പർ കിങ് ആണല്ലോ. 1 വട 2 എവിടെ വരൂ 3 4 ഇനിയുണ്ട് വാട മൈക്കിൾ കേട്ടോ വെടി വെക്കണ്ട. ഈ പോലീസുകാർ വീണ്ടും പാവങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട് അടുത്തവൻ വാട കിട്ടിയത് പോരെ. ഈ പോലീസുകാർ നേരിട്ട് ജനങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ഇവനെ മർദ്ദിച്ചുകൊണ്ട് നിൽക്കുക. നമ്മൾ സൂപ്പർമാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, എവിടെ ഒരു കാര്യമില്ല. ഓക്കെ, നമ്മളെന്താ മൈക്കിളായിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഇവനെ കൊണ്ട് നീങ്ങി പോകണം. വെടി കിട്ടണു എൻ്റെ മൊജില്ലോ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. വാട അതിൻ്റെ അകത്താരുണ്ട് കേട്ടോ, അവന് കാണാതെ ആക്കണു. 2 ഒളിച്ച് നോടിയൊക്കെ അമ്മ ഒളിച്ചിട്ട് നോടിയൊക്കെ കേട്ടോ. ചാവട എന്താ ഞങ്ങളിവനെ പൊക്കിയിട്ടേ പോവും. എല്ലാം നൈസ്. മേലിക്ക് വലിച്ചോ. ട്രവർ പൊന്തിച്ചുകൊണ്ടിരിക്കാൻ ട്രൈസ്. ഹെലികോപ്റ്ററിൽ ആൾക്കാർ വരുന്നു കേട്ടോ. നമുക്ക് അവനെ വെടിവെച്ച് വിടാം. ചാവടാ, പൈലറ്റിനെ വെടിയേക്കാട്ടാ. പൈലറ്റ് എത്തിപ്പോൾ വണ്ടി താഴേക്ക് വെക്കും. അവനെ അവിടെ നിന്ന് ഇരുന്നിട്ട് വെടിവെച്ചുകൊണ്ടിരിക്കുക. അടുത്ത ഹെലികോപ്റ്റർ അത് താഴേക്ക്. എൻ്റെ മുൻകൂട്ടി തേനീച്ചത് തേനീച്ച വരണ പോലെ ട്രൈസ് വരണേ. നിങ്ങളൊക്കെ അടിച്ച് അപ്പുറത്തേക്ക് ഇടാൻ പോവാ കണ്ടോ. അവർ അങ്ങോട്ട് പോണു.
നമ്മൾ ട്രവറാവട്ടെ, നമുക്ക് വണ്ടി ട്രവറാവണ്ട, മൈക്കിളോ അതാകുമ്പോൾ വെടി വയ്ക്കാൻ പറ്റൂട്ടെ. ട്രവറാകുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ തീരെ അറിഞ്ഞൂടാ. ഓ എൻ്റെ അമ്മ വയസ്സ് ഉന്നം പാടാണ് കേട്ടോ. എന്താ വെടി ചാവട. ഓ നമ്മുടെ തോക്കിൻ്റെ ഡിസൈനൊക്കെ ഉണ്ട് ഗൈസ്. ഓ നിങ്ങൾക്ക് ഞങ്ങളെ പിടിക്കണം. ഞങ്ങൾ 3 പേര് കൂടിയാൽ തന്നെ ഈ ലോകം കീഴടക്കാം. അപ്പടാ പോലീസുകാർ ഗൈസ്. ഒരുത്തൻ നാണ്ട എൻ്റെ അമ്മ മിസൈൽ വിട്ടുവിട്ടാ അവർ. ഓ അവർ മിസൈൽ വിടാൻ തുടങ്ങിയിട്ടാ. കാണിച്ചാൽ ഒരുത്തൻ താഴെ പോയിട്ടുണ്ട്. ഇവനെ അടിച്ച് പൊട്ടിച്ചുകൊണ്ട് നിൽക്കണ്ട ഗൈസ്. ഇതിനൊക്കെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ ഗൈസ്. ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഗൈസ്. ചാവടാ അടുത്തത് ഇവനാണ് സിനിമ. എന്താ ഇവിടെ നിന്ന് റോക്കറ്റ് വിട്ടോണ്ട് നിൽക്കുക. ഇപ്പം ശരിയാ അവന് തീർന്നു ഗൈസ്. ഓ എല്ലാം തീർന്നു കിട്ടും. ഇനി ആരുമില്ല. അവന്താ താഴെപ്പോയി. വൈദവേ ഫ്രാങ്ക്ലിൻ അവിടെ അതിൻ്റെ മേലല്ലേ. ലാൻഡ് ദി ഹെലികോപ്റ്റർ അറ്റ് ദി മീറ്റിംഗ് പോയിന്റ്. ആ അറ്റത്ത നമ്മൾ ഈ അറ്റത്തേക്ക് വന്നു. വൈദവേ ഫ്രാങ്ക്ലിൻ അവിടെയാണ് ഓട്ടോ ഗൈസ്. ഫ്രാങ്ക്ലിൻ ബാങ്കിൻ്റെ മേലായിരുന്നു. അല്ല ഇവിടെ അങ്ങോട്ടാണ് ഫ്രാങ്ക്ലിനെ കാണാനില്ല കേട്ടോ. വൈദവേ സാരില്ല, നമുക്ക് വിടാ ഇവിടുന്ന്. നൈസ്. പുറകിലിരിക്കണുണ്ട് നമ്മുടെ ആള്. അവൻ താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. താങ്ക് യു വേണ്ട, നമ്മൾ പണ്ടേക്ക് ഇല്ലാടിയെന്ന്. ഏതാ നമുക്കെന്തായാലും നമ്മുടെ മീറ്റിംഗ് പോയിന്റ് അവിടേക്ക് ചെല്ലാട്ടോ. ഓക്കെ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. എടുത്തത് ലാൻഡ് ചെയ്യാന്ന് വെച്ചാൽ ടാസ്ക്കാണ് കേട്ടോ. താഴെ അവൻ്റെ കാറ് കിടക്കുന്നുണ്ട്. ഓ നമുക്ക് ഇവിടെ എന്തായാലും ലാൻഡ് കേട്ടോ. താത്തിക്കോ. നമ്മളെങ്ങനെയാണ് വെച്ചാൽ അതുപോലെയാണ് ടേസ് ഒന്ന് വെച്ചേക്കണേ. ഇത് കൺട്രോൾ ചെയ്യാൻ എളുപ്പമാട്ടോ, നമ്മുടെ ഹെലികോപ്റ്റർ പോലെ ഇല്ല. ഓക്കെ ഗെറ്റ് ബാക്ക് ടു ഹെലികോപ്റ്റർ. ഇവിടെ എല്ലാം ഇറങ്ങുന്നുണ്ട്. ശരി ഇറങ്ങാനാണ്. ഇപ്പം നമ്മൾ ഇറങ്ങിയല്ലോ ഗൈസ്. നമ്മളോണ്ട് വീണ്ടും ഇറക്കിച്ചു. ഇനിയാണ് നിന്നെക്കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യം. കയറ്റിക്കോടാൻ വണ്ടിയിൽ. അപ്പം ശരി എന്നാൽ തോറ്റ ട്രവറണ്ണ. അപ്പം ശരി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ ഇത്രയ്ക്കാണ്. നിങ്ങളുടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ അടുത്തൊരു കാണാം. ബൈ.